കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് സിലബസുമായിട്ട് തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് ഇവ. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ കേരള? കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഓപ്ഷൻസ് ഭാരതപ്പുഴ, പമ്പ, പെരിയാറ്, ചാലിയാർ. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നീളമുള്ള പുഴ എന്നറിയപ്പെടുന്ന എന്താണ്? പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പുഴ. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഹു ഫൗണ്ടഡ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം? SNDP അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരാണ് ഫൗണ്ട് ചെയ്തത്? ഓപ്ഷൻസ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു. അപ്പോൾ നമുക്കറിയാം ആരാണ് SNDP ഫൗണ്ട് ചെയ്തത്? ശ്രീനാരായണ ഗുരുവാണ് SNDP ഫൗണ്ട് ചെയ്തത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് സോയിൽ ടൈപ്പ് ഈസ് മോസ്റ്റ് പ്രിവലൻറ്റ് ഇൻ കേരള ഡ്യൂ ടു ഹെവി റെയിൻഫോൾ? കേരളത്തിലെ വലിയ മഴ കാരണം ഏറ്റവും കൂടുതൽ പ്രിവലൻ്റ് ആയിട്ടുള്ള മണ്ണിനും ഏതാണ്? ഓപ്ഷൻസ് അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, ലാട്രൈറ്റ് സോയിൽ, സാൻഡി സോയിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഏതാണ്? ലാട്രൈറ്റ് സോയിലാണ് മോസ്റ്റ് പ്രിവലൻ്റ് ഇൻ കേരള ഡ്യൂ ടു ഹെവി റെയിൻഫോൾ സോയിൽ ടൈപ്പ്, ലാട്രൈറ്റ് സോയിൽ. അടുത്ത ചോദ്യം, ദ അരുവിപ്പുറം പ്രതിഷ്ഠ വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് റീഫോമർ? അരുവിപ്പുറം പ്രതിഷ്ഠ വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് റീഫോമർ? ഓപ്ഷൻസ് അയ്യ വൈകുണ്ഠര്, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, പൊയ്കയിൽ യോഹന്നാൻ. ആരാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള സോഷ്യൽ റീഫോമർ. അടുത്തത് അഞ്ചാമത് ചോദ്യം, വിച്ച് റിവർ ഈസ് നോൺ ആസ് നിള ഇൻ കേരള? കേരളത്തിൽ നിള എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? ഓപ്ഷൻസ് കല്ലട, പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. അപ്പോൾ ആൻസർ ഏതാണ്? ഭാരതപ്പുഴയാണ് നിള എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ മുസ്ലിം റിനൈസൻസ് ഇൻ കേരള? കേരളത്തിലെ മുസ്ലിം റിനൈസൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻസ് ചട്ടമ്പി സ്വാമികൾ, വക്കം മൗലവി, ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു. അപ്പോൾ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ് ഇൻ കേരള എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ് ടു ദി ഗവൺമെൻറ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് ഈഴവ മെമ്മോറിയൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചത്? 1896, 1903, 1910, 1920. ആൻസർ ഏതാണ്? 1896 ഈഴവ മെമ്മോറിയൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, അയ്യ വൈകുണ്ഠർ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്? ഏതാണ്? വേദാധികാര നിരൂപണമാണോ? അല്ല. അതാരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ് അല്ലേ? അത് നമുക്കറിയാവുന്നതാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയാണോ? അല്ല. ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സമപന്തി ഭോജനം, അതാണ് ശരി ഉത്തരം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് പൊയ്കയിൽ കുമാരഗുരുദേവനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? സമപന്തി ഭോജനം അയ്യ വൈകുണ്ഠരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, വെസ്റ്റേൺ ഗാട്ട് ഇൻ കേരള ആർ എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഫോർ ദെയർ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് കൊണ്ടാണോ? വെസ്റ്റേൺ ഗാട്ട് എന്തുകൊണ്ടാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ആർക്കിടെക്ചറൽ ബ്യൂട്ടി ആണോ, അതോ ബയോഡൈവേഴ്സിറ്റി ആണോ, മിനറൽ റിസോഴ്സസ് ആണോ? നമുക്കറിയാം ആൻസർ ഓപ്ഷൻ സി ആണ്. എൻ്റെ ബയോഡൈവേഴ്സിറ്റി കൊണ്ടാണ് വെസ്റ്റേൺ ഗാട്ട് ഇൻ കേരള യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്, ഹു ഫൗണ്ടഡ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ? PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ് ഫൗണ്ട് ചെയ്തത്?
ഡോക്ടർ പൽപ്പു, ചട്ടമ്പി സ്വാമികൾ, പൊയ്കെ ലോഹനാൻ, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. അപ്പോൾ ആൻസർ ഏതാണ്? പൊയ്കെ ലോഹനാനാണ് PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.